BBC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. രക്ഷാപ്രവർത്തനം വൈകിയെന്നറിഞ്ഞപ്പോൾ ഭൂതകാലത്തിലേക്ക് തിരിഞ്ഞു നോക്കിപ്പോയി. കുറിപ്പുമായി ശൈലജയുടെ കാലത്തെ ആരോഗ്യ ഡോക്ടർ. കോട്ടയം മെഡിക്കൽ കോളേജിൽ രക്ഷാപ്രവർത്തനം വൈകിയതിൽ വിമർശനവുമായി കെ ശൈലജയുടെ കാലത്ത് ആരോഗ്യ ഡയറക്ടറായിരുന്ന സരിത ശിവരാമൻ. രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കേണ്ട നിരവധി സാഹചര്യങ്ങൾ ആരോഗ്യമേഖലയിലുണ്ടായപ്പോൾ കരുത്തും ആത്മവിശ്വാസവും പകർന്ന കൂടെ നിന്ന ജനപ്രതിനിധികളെ ഓർക്കുന്നുവെന്നാണ് സരിതയുടെ ഫേസ്ബുക്ക് കുറിപ്പ്. ജീവന്റെ ഒരു തുള്ളിയെങ്കിലും ബാക്കിയുള്ളവരെ മരണത്തിന് വിട്ടുകൊടുക്കാനാവില്ല എന്ന അവരുടെ നിശ്ചയദാർഢ്യം തന്നിട്ടുള്ള ഊർജം ചെറുതൊന്നുമല്ല. പ്രളയത്തിലും ചുഴലിക്കാറ്റിലുമൊക്കെ ജീവൻ പണയം വെച്ച് ഓടി നടന്ന ആരോഗ്യ പ്രവർത്തകരെ നയിച്ച ജനപ്രതിനിധികളെയും മന്ത്രിമാരും വല്ലാത്തൊരു കൂട്ടായ്മയായിരുന്നു. മന്ത്രിമാരുടെ സാന്നിധ്യം ഉണ്ടായിട്ടും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രക്ഷാപ്രവർത്തനം വൈകി എന്ന വാർത്ത കേട്ടപ്പോൾ ഭൂതകാലത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിപ്പോയതാണെന്നും സരിത ശിവരാമൻ പറയുന്നു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തം വായ്പ എഴുതിത്തള്ളുന്നതിൽ തീരുമാനമെടുക്കുവാൻ 2 ആഴ്ച കൂടി ചോദിച്ച് കേന്ദ്രം. വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് ഇരയായവരുടെ വായ്പ എഴുതിത്തള്ളുന്നതുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കുന്നതിൽ വീണ്ടും സമയം ചോദിച്ച് കേന്ദ്ര സർക്കാർ. മന്ത്രാലയങ്ങൾ തമ്മിൽ ഇത് സംബന്ധിച്ച് ചർച്ച നടക്കുകയാണെന്നും 2 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനം അറിയിക്കാമെന്നും കേന്ദ്ര സർക്കാർ ഇന്ന് ഹൈക്കോടതിയെ അറിയിച്ചു. സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിലുള്ള 120 കോടി രൂപ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുവാനും ജസ്റ്റിസുമാരായ AK ജയശങ്കരൻ നമ്പ്യാർ, PM മനോജ് എന്നിവരുടെ ബെഞ്ച് ഇന്ന് അനുവദിച്ചു. പ്രക്ഷോഭകാരികൾ ചാനലുകാരെ കൂട്ടി ഷോ ഉണ്ടാക്കി. പുരകത്തുമ്പോൾ വാഴ വെട്ടുന്നു. ബിന്ദുവിന്റെ കുടുംബത്തിന് 50,000 രൂപ ഇന്ന് നൽകും. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുണ്ടായ അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ കുടുംബത്തിന് ധനസഹായം നൽകുമെന്ന് മന്ത്രി VN വാസവൻ. സംസ്കാര ചടങ്ങിനുള്ള ചെലവിനായി 50,000 രൂപ ഇന്ന് നൽകും. ബാക്കി ധനസഹായം പിന്നാലെ നൽകും. ഇന്നലെ 3 തവണ വീട്ടുകാരെ ബന്ധപ്പെടുവാൻ ശ്രമിച്ചിരുന്നു. വീട്ടിൽ ആരുമില്ലെന്നാണ് അറിയുവാൻ കഴിഞ്ഞത്. അതിനാലാണ് വീട്ടിലേക്ക് പോകാതിരുന്നത്. ഇന്ന് വൈകിട്ട് തന്നെ വീട്ടിലേക്ക് പോകുമെന്നും വാസവൻ പറഞ്ഞു. ഇന്നലെ അവിടെ ചെന്നപ്പോഴേ മാധ്യമപ്രവർത്തകർ മൈക്കുമായി വന്നു. നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടും കേട്ടില്ല. ഉദ്യോഗസ്ഥർ പറഞ്ഞതാണ് മാധ്യമങ്ങളോട് പറഞ്ഞത്. പുരയ്ക്ക് തീ പിടിക്കുമ്പോൾ വാഴ വെട്ടുകയാണ് ചിലർ. ഞങ്ങളുടെ കൂടെയുള്ള സഹപ്രവർത്തകർ ബിന്ദുവിന്റെ വീട്ടുകാരുമായി സംസാരിച്ചിരുന്നു. അവിടെ പ്രക്ഷോഭക്കാർ ഉണ്ടായിരുന്നു. വെറുതെ ചാനലുകാരെ കൂട്ടി ഷോ ഉണ്ടാക്കുകയായിരുന്നു പ്രക്ഷോഭകാരികളുടെ ലക്ഷ്യം. കുട്ടിയുടെ ചികിത്സ ഉറപ്പാക്കണം, ധനസഹായം നൽകണം, ഭാവി സംബന്ധമായ സുരക്ഷിതത്വം എന്നീ 3 കാര്യങ്ങളിൽ വീട്ടുകാരുമായി ആശയവിനിമയം നടത്തിയെന്നും വാസവൻ പറഞ്ഞു. മയിലിന്റെ അപ്പം പൊടിയുണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം. കൊതിപ്പിക്കുന്ന നല്ല 1-ാം തരം അപ്പവും പത്തിരിയും. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. കോട്ടയത്തുണ്ടായിട്ടും മുഖ്യമന്ത്രി ബിന്ദുവിന്റെ കുടുംബത്തെ കണ്ടില്ല. വീട് നിർമ്മാണം പൂർത്തിയാക്കുവാൻ ഉമ്മൻചാണ്ടി ഫൌണ്ടേഷൻ 5 ലക്ഷം നൽകും. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് മരിച്ച ബിന്ദുവിന്റെ കുടുംബത്തിന് 5 ലക്ഷം രൂപ നൽകുമെന്ന് ചാണ്ടി ഉമ്മൻ. ബിന്ദുവിന്റെ വീട്ടിലെത്തിയപ്പോഴായിരുന്നു ചാണ്ടി ഉമ്മൻ ഇക്കാര്യം പറഞ്ഞത്. ബിന്ദുവിന്റെ വീട് നിർമ്മാണം പൂർത്തിയാക്കുവാനുള്ള 5 ലക്ഷം രൂപ ഉമ്മൻചാണ്ടി ഫൌണ്ടേഷൻ നൽകും എന്നായിരുന്നു ചാണ്ടി ഉമ്മന്റെ പ്രഖ്യാപനം. ബിന്ദുവിന്റെ കുടുംബത്തിന് കുറഞ്ഞത് 25 ലക്ഷം രൂപ ധനസഹായം നൽകണം എന്നായിരുന്നു ചാണ്ടി ഉമ്മനും പ്രതിപക്ഷ നേതാവ് VD സതീശനും ഉൾപ്പെടെ ആവശ്യപ്പെട്ടിരുന്നത്. അതേസമയം സംസ്കാര ചടങ്ങിന്റെ ചിലവിന് 50,000 രൂപ ഇന്ന് നൽകും എന്നായിരുന്നു മന്ത്രി വാസവൻ പറഞ്ഞത്. ബാക്കി ധനസഹായം പിന്നാലെ നൽകുമെന്നും വാസവൻ പറഞ്ഞു. അമേരിക്കൻ പ്രസംഗ മത്സരത്തിൽ മലയാളി വിദ്യാർത്ഥിനിക്ക് ദേശീയ പുരസ്കാരം. റാലി നോർത്ത് കരോലൈന ഫ്യൂച്ചർ ബിസിനസ് ലീഡേഴ്സ് ഓഫ് അമേരിക്ക FBLA ദേശീയ തലത്തിൽ നടത്തിയ പ്രസംഗ മത്സരത്തിൽ മലയാളി വിദ്യാർത്ഥിനിയായ എഡ്ന എലിസ സാബിൻ 3-ാം സ്ഥാനം കരസ്ഥമാക്കി. കാലിഫോർണിയയിലെ അനാഹെമിൽ വെച്ച് ജൂൺ 29 മുതൽ ജൂലൈ 2 വരെ നടന്ന നാഷണൽ ലീഡർഷിപ്പ് കോൺഫറൻസിലാണ് എഡ്ന വിജയം നേടിയത്. FJ കാർണേജ് മിഡിൽ സ്കൂൾ വിദ്യാർത്ഥിനിയായ എഡ്ന സംസ്ഥാന തലത്തിൽ 1-ാം സ്ഥാനം നേടിയാണ് ദേശീയ തലത്തിൽ മത്സരിച്ചത്. സാമൂഹ്യ സേവനത്തിലൂടെ ആർജിക്കുന്ന കഴിവുകളും അവയുടെ പ്രാധാന്യവും എന്ന വിഷയത്തെക്കുറിച്ചാണ് എഡ്ന സംസാരിച്ചത്. റാലിയിൽ താമസിക്കുന്ന സബിൻ തോമസിന്റെയും എലിസബത്ത് സബിന്റെയും മകളാണ് എഡ്ന. ഭാര്യയുടെ പേരിൽ ടിക്കറ്റ് എടുത്തു. ഇന്ത്യൻ പ്രവാസിയുടെ 1.5 വർഷത്തെ ഭാഗ്യപരീക്ഷണത്തിൽ ഇതാദ്യമായി സമ്മാനം. ദുബായിൽ പ്രവാസിയായ തമിഴ്നാട് സ്വദേശിനിക്ക് അബുദാബിയിൽ നടന്ന ബിഗ് ടിക്കറ്റിന്റെ സീരീസ് 276 പ്രതിവാര ഈ ഡ്രോയിൽ
1,50,000 ദിർഹം ഏകദേശം 34 ലക്ഷം ഇന്ത്യൻ രൂപ സമ്മാനമായി ലഭിച്ചു. കഴിഞ്ഞ 9 വർഷമായി ദുബായിൽ കുടുംബത്തോടൊപ്പം താമസിക്കുന്ന സുബ്രഹ്മണ്യന്റെ ഭാര്യ ഐശ്വര്യയ്ക്കാണ് സമ്മാനം ലഭിച്ചത്. ഇവരുടെ പേരിൽ സുബ്രഹ്മണ്യനാണ് 020172 നമ്പർ ടിക്കറ്റ് വാങ്ങിയത്. കഴിഞ്ഞ 1.5 വർഷമായി ബിഗ് ടിക്കറ്റ് നറുക്കെടുപ്പിൽ സ്ഥിരമായി പങ്കെടുക്കുന്നു. സമ്മാനം ലഭിച്ചുവെന്ന് ഷോയുടെ അവതാരകനായ റിച്ചാർഡ് വിളിച്ചു പറഞ്ഞപ്പോൾ സുബ്രഹ്മണ്യന് ആദ്യം വിശ്വസിക്കാനായില്ല. പറ്റിക്കാൻ വേണ്ടി ആരോ വിളിക്കുകയാണ് എന്നായിരുന്നു കരുതിയത്. പിന്നീട് സമ്മാനം ഉറപ്പാക്കിയത്. അമ്മ ഇട്ടേച്ചു പോകല്ലമ്മ, പൊട്ടിക്കരഞ്ഞ് നവനീത്, വേദന ഉള്ളിലൊതുക്കി നവമി. അമ്മ ഇട്ടേച്ചു പോകല്ലമ്മ, നിലവിളിച്ച് കരയുന്ന നവനീതിനെ ആശ്വസിപ്പിക്കാനാകാതെ ബന്ധുക്കളും നാട്ടുകാരും പൊട്ടിക്കരഞ്ഞു. ഇതിനിടയിലേക്കാണ് ബിന്ദുവിന്റെ മൃതദേഹം തലയോലപ്പറമ്പിലെ വീട്ടിലേക്ക് എത്തിച്ചത്. ശസ്ത്രക്രിയ കഴിഞ്ഞ നവമി ഉറക്കെ കരയാനാകാതെയാണ് ദുഃഖം ഉള്ളിലൊതുക്കി അമ്മയ്ക്കരികിൽ ഇരുന്നത്. തന്നെയും മക്കളെയും വിട്ടുപോയ ബിന്ദുവിനെ ഓർത്ത് ഭർത്താവ് വിശ്രുതൻ പലപ്പോഴായി വിതുമ്പി. മെഡിക്കൽ കോളേജ് കെട്ടിടം ഇടിഞ്ഞു വീണ് അപകടത്തിൽപ്പെട്ട് മരിച്ച തലയോലപ്പറമ്പ് ഉമാംകുന്ന് മേപ്പാട്ടുകുന്നിൽ വിശ്രുതന്റെ ഭാര്യ ഡി ബിന്ദുവിന്റെ മൃതദേഹം കാണുവാനും അന്ത്യാഞ്ജലി അർപ്പിക്കുവാനും ഒഴുകിയെത്തിയത് ആയിരങ്ങളാണ്. മൃതദേഹം വീട്ടിലെത്തിച്ചതിന് പിന്നാലെ മകൻ നവനീതും മകൾ നവമിയും അമ്മയുടെ ശരീരത്തോട് ചേർന്നു. 2 ആഴ്ച കഴിഞ്ഞാൽ നവമിക്ക് ശസ്ത്രക്രിയ വീണ്ടും നടത്തണം. എനിക്കിനി ആരുണ്ട് അമ്മയെന്ന് നവമി പലപ്പോഴായി ചോദിക്കുന്നുണ്ടായിരുന്നു. 12 മണി കഴിഞ്ഞാണ് സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത്. IPL വാതുവെപ്പ് കേസിൽ ശ്രീശാന്തിനൊപ്പം അറസ്റ്റിൽ, ജാമ്യത്തിലിറങ്ങി വിവാഹം. അങ്കിത് ചവാൻ ഇനി മുംബൈ പരിശീലകൻ. കുപ്രസിദ്ധമായ IPL വാതുവെപ്പ് കേസിൽ മലയാളി താരം എസ് ശ്രീശാന്തിനൊപ്പം ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്ത അങ്കിത് ചവാൻ ഇനി മുംബൈ ടീമിന്റെ പരിശീലകൻ. വാതുവെപ്പ് കേസുമായി ബന്ധപ്പെട്ട് താരത്തിനെതിരെ ചുമത്തിയിരുന്ന വിലക്കിന്റെ കാലാവധി പൂർത്തിയായതിന് പിന്നാലെയാണ് മുംബൈയുടെ അണ്ടർ-14 ടീമിന്റെ പരിശീലകനായി അങ്കിത് ചവാനെ നിയോഗിച്ചത്. 2013 IPL വാതുവെപ്പ് കേസിൽ അങ്കിത് ചവാനെതിരെയും ആജീവനാന്ത വിലക്കാണ് ഏർപ്പെടുത്തിയിരുന്നത്. എന്നാൽ 2021 BCCI ഇത് 7 വർഷമായി വെട്ടിക്കുറച്ചതോടെയാണ് താരത്തിന് സജീവ ക്രിക്കറ്റിലേക്ക് തിരിച്ചെത്തുവാൻ വഴിയൊരുങ്ങിയത്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.